എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ കവാക്കി ആയിരിക്കും കാണിക്കുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബൊറൂട്ടോ ആ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ലാബ് മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ കൊനാമാരു സെൻസായി അന്വേഷിച്ച് പുറപ്പെട്ടു പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ചില ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ ബൊറൂട്ടോയുടെ കയ്യിൽ ഏൽപ്പിക്കും. അതുപോലെ തന്നെ ആ ഡോക്ടർ കട്ടാസ്കി ആളും ഈ ഒരു മിഷനിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നുള്ള കാര്യം അവരോട് പറയും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് അത്ര ഇഷ്ടാവില്ല. അടുത്ത നിമിഷം ഡോക്ടർ കട്ടാസ്കി ആണെങ്കിൽ വലിയൊരു ജയന്റ് സ്യൂട്ടൊക്കെ ഇട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. കട്ടാസ്കിയുടെ കയ്യിൽ ആ ഡോഗും ഉണ്ട്. ഈ ഒരു മിഷനായിട്ട് ഇപ്പോൾ പോകുന്നത് ടീം 7ഉം കൂടെ കട്ടാസ്കയും ആ ഡോഗും ആണ്. അങ്ങനെ അവരെല്ലാവരും ഒറ്റ ടീമായി കൊനഹമാരുവെയും ആ സെൻസായി അന്വേഷിച്ച് അവരുടെ യാത്ര തുടങ്ങുകയാണ്. ക്ലാസ് റെപ്പ് പെണ്ണാണെങ്കിൽ ഇപ്പൊ കൈയൊക്കെ വീശി കാണിച്ച് അവരെ യാത്ര അയക്കും. നമ്മുടെ ആൾക്കാർ അങ്ങനെ നടന്ന് ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ ആ എയർഷിപ്പ് ഉള്ള ലൊക്കേഷൻ അതിപ്പോ അവരുടെ കയ്യിലുള്ള ഡിവൈസിൽ അങ്ങനെ തെളിഞ്ഞു വരും. അവർ പോകുന്ന വഴിയിലാണെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ കുഴികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ യാത്രയിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടും. കാണും ദൂരത്തായിട്ട് ആ എയർഷിപ്പ് അതങ്ങനെ തകർന്ന് കിടക്കുന്നത്. അവരതിന്റെ അടുത്തേക്ക് വരും. ചുറ്റും ഒരുപാട് റോബോട്ടിക് ഹ്യൂമൻസ് അങ്ങനെ വീണ് കിടക്കുകയാണ്. അവറ്റകളെല്ലാം തന്നെ തകർന്ന് കഴിഞ്ഞു. അവർ ആ എയർഷിപ്പിലേക്ക് ശ്രദ്ധിച്ചു നോക്കും. അതില് രക്തത്തിന്റെ അടയാളമൊക്കെ അവർക്ക് കാണാനായിട്ട് കഴിയും. ബൊറൂട്ടോ പറയും, തീർച്ചയായിട്ടും ബിഗ് ബ്രദർ കൊനഹമാരു അവനായിരിക്കും ഇവരെ എല്ലാവരെയും അടിച്ചിട്ടത്. അതിന് സാറുടെ ആണെങ്കിൽ ചുറ്റും നോക്കും. പക്ഷേ ബിഗ് ബ്രദറിനെയും സെൻസായിയെയും അവർ രണ്ടുപേരെയും ഇവിടെ ഇപ്പൊ കാണാനില്ല. ഒരുപക്ഷെ അവരിവിടുന്ന് പോയിട്ടുണ്ടാവോ? ഈ ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ആ എയർഷിപ്പിന്റെ അകത്തേക്ക് കയറും. ആൾക്കാണെങ്കിൽ ആ എയർഷിപ്പ് ഒരുപാട് ഇഷ്ടാവും. വാവ്, സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു അടിപൊളി എയർഷിപ്പ് കാണുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നോളജിയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആണെങ്കിൽ അതിന്റെ മുക്കും മൂലയെല്ലാം തന്നെ അരിച്ചു പെറുക്കി പരിശോധിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വെസല് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ ബോക്സ് കാണുക. ആള് സംശയത്തോടു കൂടെ ആ ഒരു ബോക്സിന്റെ അടുത്തേക്ക് പോവും. ഇവിടെ ബൊറൂട്ടോ, അതേസമയം ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ അതിലൊരു ഹ്യൂമൻ റോബോട്ടിനെ പതിയെ ഒന്ന് ടച്ച് ചെയ്യും. അടുത്ത നിമിഷം ആ റോബോട്ട് ചാടി എഴുന്നേറ്റ് ഇപ്പൊ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ അത് ബൊറൂട്ടോ ആണ്. അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞ് കറങ്ങി വന്ന് അതിനെ ആഞ്ഞടിച്ച് സ്പോട്ടിൽ തന്നെ തകർത്തില്ലാതാക്കും. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. അവിടെ കിടന്നിരുന്ന ഓരോരോ റോബോട്ട്സുകളായിട്ട് ഇപ്പൊ എഴുന്നേക്കാൻ തുടങ്ങുകയാണ്. അവറ്റകളെല്ലാം നമ്മുടെ ആൾക്കാരുമായിട്ട് ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവിടെയാണെങ്കിൽ ഫയർബോൾ ജിപ്സു അതുപയോഗിച്ച് അവറ്റകളെ കത്തിയിരിക്കും. മറ്റൊരു ഭാഗത്ത് മീറ്റ്സിക അവൻ വിൻസ്റ്റൈൽ പവർ ഉപയോഗിച്ച് അവറ്റകളെ ദൂരേക്ക് തെറിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവറ്റകളാണെങ്കിൽ വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടെ തിരികെ വരും. ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ആ പപ്പടുകള് അവറ്റകളാണെങ്കിൽ അവറ്റകളുടെ വായിലൂടെ ഫയറൊക്കെ അങ്ങനെ ഇജക്ട് ചെയ്യാണ്. ഡോക്ടർ ആണെങ്കിൽ അവരോട് എല്ലാവരോടും പാറകൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരും ഇപ്പൊ പാറകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഓ നോ, അവറ്റകൾക്ക് ഭയങ്കര പവറാണ്. ഫയർ സ്റ്റൈൽ പവർക്ക് ഉപയോഗിച്ചാണ് അവറ്റകൾ അറ്റാക്ക് ചെയ്യുന്നത്. ടാസ്കി ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, ഇത് സയന്റിഫിക് നിഞ്ച ടൂൾ ഉപയോഗിച്ചാണ് ഇവറ്റകളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല സാധനങ്ങളും അവരുടെ ബോഡിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവറ്റകൾക്ക് ഇത്രയും പവർ. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേട്ട് അവരുടെ പേടി കൂടും. കൊനഹമാരുവിനും ആ സെൻസായിക്കും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നതായിരിക്കും അവരുടെ ഏറ്റവും പ്രധാന ടെൻഷൻ. ഡോക്ടർ ആണെങ്കിൽ അടുത്ത നിമിഷം ചാടി എഴുന്നേക്കും. അത് സയന്റിഫിക് ടൂളാണ്. അവറ്റകളെ തോൽപ്പിക്കണമെങ്കിൽ സയന്റിഫിക് നിഞ്ച ടൂൾ തന്നെ വേണം. സോ ഇത്തവണ ഞാൻ കളത്തിലിറങ്ങുമെന്ന് പറഞ്ഞ് ഡോക്ടർ ആണെങ്കിൽ ആളുടെ കയ്യിൽ 2 വലിയ കറുത്ത ബോൾസ് ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിനുശേഷം വളരെ വേഗം ആ ഒരു പപ്പഡ്സിന്റെ എല്ലാം തന്നെ പവർ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. പപ്പടുകളാണെങ്കിൽ നിർത്താതെ ഫയർബോൾ ജിപ്സു അതങ്ങനെ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഡോക്ടർ അതെല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ ഫയർബോൾ ജിപ്സു അത് ഉപയോഗിച്ച് ഇപ്പൊ വായിലൂടെ പുകയൊക്കെ വന്ന് അവറ്റകൾ അങ്ങനെ തകരാനായിട്ട് തുടങ്ങും. ഡോക്ടർക്കാണെങ്കിൽ ഭയങ്കര ആവേശം. ഹാവു, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവറ്റകൾ കൂടുതലായി ജിപ്സു റിലീസ് ചെയ്ത് ഓവർ ഹീറ്റായി തകരാറായി. ഇതാണ് സയന്റിഫിക് നിഞ്ച ടൂളിന്റെ ഒരു വലിയ ഡ്രോബാക്ക്. അത് നമുക്ക് ഇപ്പൊ ബ്ലെസ്സിംഗ് ആയി മാറിയിരിക്കുകയാണെന്ന് ഡോക്ടർ പറയും. ഹാപ്പി ആയിട്ട് ഇപ്പൊ ചാടി പുറത്തേക്ക് വരും. അതിനുശേഷം ഓരോന്നിനെയും ചവിട്ടി തകർക്കും. ഡോക്ടർ കട്ടാസ്കി ആണെങ്കിൽ അതിന്റെ ഒന്നിന്റെ വായിലേക്ക് കൈ അങ്ങനെ കയറ്റി ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ്. എനിക്ക് ഇതുപയോഗിച്ച് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഇബുക്കി സെൻസായി ഇപ്പോ ഡോക്ടറിന്റെ അടുത്തേക്ക് വന്ന് പറയും, ആക്ച്വലി ആരോ ഒരാൾ ഗെഞ്ചിപ്സൂല് പെടുത്തി നിന്റെ ടെക്നിക്സ് അതെല്ലാം തന്നെ ലീക്കാക്കി. ഡോക്ടർ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ നിൽക്കും. അതേസമയം ആ ഡോഗ് ആണെങ്കിൽ കൊനഹമാരുവിന്റെ ഒരു ബ്ലേഡ് എടുത്ത് ബൊറൂട്ടോ ടീമിന്റെ അടുത്തേക്ക് വരികയാണ്. ബൊറൂട്ടോ ആണത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും അത് കൊനഹമാരുവിന്റെ ബ്ലേഡ് ആണെന്ന്. ഉടനെ അവരാണെങ്കിൽ ആ ടൂൾ ഉപയോഗിച്ച് ഇപ്പൊ കൊനഹമാരുവിനെ കണ്ടെത്താൻ ഫ്ലൈ ചെയ്തു പോവും. മറ്റൊരു ഭാഗത്ത് കോഡ് ജീന്റെ അടുത്തേക്ക് ചാടി വരും. ജീൻ ആണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും.
കോഡാണെങ്കിൽ ജീനോട് റിക്വസ്റ്റ് ചെയ്ത് ഈ ഒരു മിഷൻ അതെങ്കിലും നിങ്ങൾ എനിക്ക് തരണം. അതിന് ജീൻ ആണെങ്കിൽ അവനെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അവിടുന്ന് കടന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ആ പെണ്ണാണെങ്കിൽ അവനെ ക്രോസ് ചെയ്ത് വരും. അവൾക്കാണെങ്കിൽ അവന്റെ മുഖം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു കാര്യം ജീകൻ അവൻ ആക്സെപ്റ്റ് ചെയ്യാതെ ഇവനെ ഗെറ്റ് ഔട്ട് അടിച്ചുവെന്ന്. ആ കാര്യം പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ അവനെ കളിയാക്കുകയാണ്. അതിൽ കലി കയറി അവൻ അങ്ങനെ പല്ല് കടിച്ചു നിൽക്കും. അതേസമയം മറ്റൊരു ഭാഗത്താണെങ്കിൽ കൊനഹമാരു അവനാണെങ്കിൽ ആ സെൻസായുമായി ഒരു ഗുഹയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം സെൻസായിക്ക് ചെറിയ ചില മരുന്നുകളൊക്കെ കൊടുത്ത് അവനെ ഒരു ഭാഗത്തിരുത്തും. ഉടനെ എന്തോ ഒരു ശബ്ദം ഗുഹയുടെ പുറം ഭാഗത്ത് നിന്ന് കേട്ട് അവൻ പുറത്തേക്ക് നോക്കും. അവിടേക്ക് എത്തിയത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ബൊറൂട്ടോ ആൻറ്റിയും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവര് കൊനഹമാരുവിന്റെയും സെൻസായുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ആ സെൻസായുടെ അവസ്ഥ കണ്ട് നമ്മുടെ ആൾക്കാർക്ക് ടെൻഷനാവും. സെൻസായി പറയും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ്. കട്ടാസ്കി ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവരോട് പറയാണ്. അത് ശരിക്കും സയന്റിഫിക് നിഞ്ച ടൂള് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത പപ്പടുകൾ തന്നെയാണ്. അവറ്റകളോട് ഫൈറ്റ് ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായി. സയന്റിഫിക് നിഞ്ച ടെക്നിക്സ് അതെങ്ങനെയോ ലീക്ക് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ പപ്പടുകളെല്ലാം ഞങ്ങൾ തകർത്തു. കൊനഹമാരു ആണെങ്കിൽ ഇപ്പൊ ആ വെസലിനെ കുറിച്ച് ചോദിക്കും. ഡോക്ടർ ആണെങ്കിൽ അല്പനേരം അതിനെക്കുറിച്ച് ആലോചിക്കും. അതെ, ആ വെസൽ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അത് കൂടുതലായിട്ട് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കേട്ട് കൊനഹമാരു ഇപ്പൊ ഒരു പെൻഡ്രൈവ് കാണിച്ചു കൊടുക്കും. ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഓൾറെഡി ഞാൻ അതിലുണ്ടായിരുന്ന ഡാറ്റാസ് അത് ഇതിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞു. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാലാവു അവൻ അവിടേക്ക് കടന്നു വരും. അവ ചോദിക്കും, ഓക്കെ, നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ ഒത്തിരി സന്തോഷം. എനിക്ക് നിങ്ങൾ കളക്ട് ചെയ്ത ആ പെൻഡ്രൈവ് അത് ആവശ്യമാണ്. സോ മര്യാദയ്ക്ക് ആ പെൻഡ്രൈവ് എനിക്ക് തരണം. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവന്റെ ഭാവവും അവന്റെ സംസാര ശൈലിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ നെഗറ്റീവായിട്ട് തോന്നും. ആണെങ്കിൽ ഇപ്പോൾ ഒരു സയന്റിഫിക് നിഞ്ച ടൂൾ കയ്യിലെടുത്ത് അത് നമ്മുടെ ആൾക്കാർക്ക് നേരെ അങ്ങനെ പോയിന്റ് ചെയ്യാണ്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഇപ്പോൾ ആണെങ്കിൽ ആ ഒരു വെപ്പൺ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. അതിൽ നിന്ന് ചീറിപ്പാഞ്ഞ് ഒരുപാട് ഫയർ ബോൾസ് പുറത്തേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവിടുന്ന് ജീവനം കൊണ്ട് ഓടും. പക്ഷെ കട്ടാസ്കി വീണ്ടും ആ ബ്ലാക്ക് കളറിലുള്ള പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് ആ ഫയർ ബോൾസ് എല്ലാം തന്നെ അതിൽ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് നേരം കണ്ടിന്യൂ ചെയ്ത് അതങ്ങനെ വർക്ക് ചെയ്ത് ഓവർ ഹീറ്റായി ഓവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വെപ്പൻ അതിപ്പോ വർക്ക് ചെയ്യാതെ ആവും. ആണെങ്കിൽ ഇപ്പൊ മുൻപോട്ടേക്ക് നടന്നു വരും. മിസ്റ്റർ ആവു, സത്യം പറയും, നിങ്ങളും കാരയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആ എയർഷിപ്പിലെ ഇന്ത്യയില് അതിനെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കും. അതിന് ആണെങ്കിൽ മറുപടി പറയാതെ ചെസ്റ്റിലുള്ള നിഞ്ച ടൂൾ ഉപയോഗിച്ച് കൊനഹമാരു അറ്റാക്ക് ചെയ്ത് താഴെയിടും. അതിനുശേഷം ആണെങ്കിൽ ഡോക്ടർ കട്ടാസ്കയെ പിടിച്ചു വലിച്ച് ആളുടെ കൈ അത് വലിച്ചൂരിയെടുത്ത് അവന്റെ കയ്യിൽ ഫിറ്റ് ചെയ്യും. പ്ലൂട്ടോ ആണെങ്കിൽ റസൻഗൺ പവർ എടുത്ത് ചാടി വരും. ആ റസൻഗൺ പവർ പോലും സെക്കൻഡുകൾ കൊണ്ട് കട്ടാസ്കയുടെ ആം ഉപയോഗിച്ച് അവൻ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അവരുടെ കയ്യിലാണെങ്കിൽ ആ അസിസ്റ്റന്റ് പെണ്ണ് കൊടുത്ത ബോംബുണ്ട്. അവള് ആ ബോംബിലേക്ക് തന്നെ നോക്കി നിൽക്കും. അതേസമയം ഇവിടെ ആ സെൻസായി ആണെങ്കിൽ അവയെ ഹഗ് ചെയ്യും. പ്ലീസ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ലീഫ് വില്ലേജിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു ഷിനോബിയല്ലേ നിങ്ങൾ. നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയുന്നു? അല്ലി കയറിയ അവനാണെങ്കിൽ ഒരു വെപ്പൺ ഉപയോഗിച്ച് ഇപ്പോ ആ സെൻസായുടെ വയറ്റിൽ അതങ്ങനെ കുത്തി ഇറക്കുകയാണ്. സെൻസായി ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും, ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എന്നെ കുറിച്ച് ഓർക്കണ്ട, എത്രയും വേഗം മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയും. കൊനഹമാരു ആണെങ്കിൽ എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് വരും. അടുത്ത നിമിഷം ആ ഒരു ഗുഹ അത് മുഴുവനായിട്ടും ഇടിഞ്ഞ് താഴെ വീഴുകയാണ്. കൊനഹമാരു അവൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരോട് പറയും, ഒരു കാരണവശാലും സെൻസായുടെ മരണം അത് വെറുതെ ആവാൻ പാടില്ല. നമ്മുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യാനും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുമാണ് അവൻ അവന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തത്. സോ ഒരു കാരണവശാലും അത് വേസ്റ്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊനഹമാരു ഒരുമായിട്ട് അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ആ വില്ലൻ അവൻ ആ പാറകൾക്കിടയിൽ നിന്ന് ഡയലായിട്ട് പുറത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.